നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ റോഡുകളെ പറ്റിയാണ്. നമുക്കറിയാൻ കഴിയും, അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മാസത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. അവർ ഈ ഭരണസമിതിയിൽ വരാൻ വേണ്ടിയിട്ട് UDF ഇറക്കിയിട്ടുണ്ടായിരുന്നൊരു പ്രകടന പത്രിക ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാന വിഷയമാണ് അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ റോഡുകളിലെ കുഴികളൊക്കെ അടച്ച് സഞ്ചാരയോഗ്യമാക്കും എന്നുള്ളത്. നമുക്കിപ്പോൾ അതിവിടെ കാണാൻ കഴിയുന്ന എന്തെന്നാൽ റോഡുകളെല്ലാം വെള്ളം കയറി ഒരു വഞ്ചി ഇറക്കേണ്ട സംവിധാനമാണ് ഇപ്പോൾ അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ റോഡിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ UDFന്റെ പുതിയ ഭരണസമിതി വന്നിട്ട് ഏകദേശം ഒരു 50-ലും കൂടുതൽ റോഡുകൾ കോൺക്രീറ്റ് ചെയ്തു, ടാറിങ് ചെയ്തു എന്നാണ് പ്രസിഡന്റ് ഇവിടെ പറയുകയുണ്ടായത്. എന്നാൽ ഈ റോഡുകളെല്ലാം മുമ്പത്തെ ഭരണസമിതി അതിന്റെ ടെൻഡർ നടപടികളും ബാക്കി എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞ് അവർക്ക് ടാർ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ടാറിങ് ഇപ്പോൾ പ്രസിഡന്റ് ഏറ്റെടുത്ത് അടാട്ട് പഞ്ചായത്തിലെ എല്ലാ റോഡുകളും ടാർ ചെയ്തു എന്നൊരു മീഡിയ കവറേജും അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മഴക്കാലം വന്നപ്പോൾ നമ്മുടെ അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ റോഡുകളെല്ലാം നോക്കുമ്പോൾ നമുക്കത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇതാണ് അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ ഇലക്ഷൻ സമയത്ത് UDF പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന അവരുടെ പ്രകടന പത്രിക. ഈ പ്രകടന പത്രികയിൽ ഒരു 4ാമത്തെ വിഷയമായിട്ടാണ് 100 ദിവസത്തിനകം അടാട്ടിലെ ഗ്രാമീണ റോഡുകൾ കുഴിയടച്ച് ടാറിങ് നടത്തി ഗതാഗത യോഗ്യമാക്കും എന്നുള്ള ഒരു പ്രസ്താവന അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. മുൻ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 130ഓളം റോഡുകൾ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ചേർക്കുകയും അത് പഞ്ചായത്തിന്റെ ആസ്തിയിൽ നിലനിൽക്കുകയും ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായി. ഈ റോഡുകൾക്ക് പുറമെ ഏകദേശം ഒരു വാർഡിൽ 5-നും 10-നും ഇടയിൽ റോഡുകൾ ടാർ ചെയ്യാനും കോൺക്രീറ്റ് ചെയ്യാനും ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. 100 ദിവസത്തിനുള്ളിൽ അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും കുഴിയടച്ച് സഞ്ചാരയോഗ്യമാക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അടാട്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജനങ്ങൾക്ക് മുമ്പിൽ നൽകിയിട്ടുള്ള വാഗ്ദാനം. അതുപോലെ നടപ്പിലാക്കി കാണുന്നില്ല. ഈ വിഷയത്തിലാണ് നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോഴത്തെ റോഡുകളുടെ അവസ്ഥ നമ്മൾ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ അവസ്ഥ എത്രമാത്രം ശോചനീയമായിരിക്കും എന്നുള്ളത് നമുക്കിതിൽ അറിയാൻ കഴിയും. അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളും ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. ഈ വീഡിയോ പകർത്തുന്ന സമയത്ത് പോസ്റ്റ് ഓഫീസ് ചിക്കപ്പള്ളി റോഡിൽ നിന്നും വലയംകുന്നിലേക്ക് പോകുന്ന ഒരു അഞ്ജലി ഗാർഡൻ റോഡുണ്ട്. ആ റോഡിൻ്റെ ചിത്രം പകർത്താൻ പോയപ്പോൾ അവിടെ നിന്നൊരു ചേച്ചി നടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് ഏകദേശം ആ വെള്ളത്തിൽ മുങ്ങി, പകുതി ആ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടാണ് ആ ചേച്ചി കടന്നു വരുന്നത്. അത്ര ശോചനീയാവസ്ഥയാണ് ആ റോഡിനുള്ളത്. അത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ 3/4 ഭാഗം റോഡുകളും ടാറിങ് നടത്തി സഞ്ചാരയോഗ്യമാക്കി എന്നുള്ള നുണപ്രചരണം അടാട്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിക്കണമെന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്.